കേക്കുകളിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിന് പകരം അതേ ലുക്കിൽ അതേ ഒരു നീറ്റ്നെസ്സിൽ നമുക്ക് ഫ്ലവേഴ്സ് വരച്ച് വെക്കാം അല്ലേ. അപ്പോൾ ഓഫ് വൈറ്റൊരു ഫ്ലവറും പിന്നെ ഒരു പിങ്ക് ഷീറ്റിലാണ് കേട്ടോ ഫ്ലവേഴ്സ് വരുന്നത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നോസിലിന് നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു പെറ്റൽ നോസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ 100-ന്റെ 44 യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും നല്ലൊരു ചെറിയൊരു കേർവ്ഡ് വരുന്ന രീതിയിലുള്ള നോസിൽ വാങ്ങാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ ഇവിടെ സ്ക്രീനിൽ അതിൻ്റെ ഫോട്ടോ കൊടുക്കാം ഈ ഒരു നോസിലിൻ്റെത്. അപ്പോൾ ആ ഒരു നോസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. പിന്നെ ഓരോ ഇതളുകൾക്കും അതിൻ്റേതായ നീറ്റ്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ ഇതളുകളും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നല്ല നീറ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. എങ്കിലേ ആ ഒരു പെറ്റൽസിന് ആ ഒരു കേർവ്ഡുള്ള ആ ഒരു ഷേപ്സും ഭംഗിയും നീറ്റ്നെസ്സും നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ലുക്കിലേക്ക് ക്രീം കൊണ്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ കസ്റ്റമറും ഹാപ്പി, ഞാനും ഹാപ്പി.